ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ലൈവിൽ ആദിലയും നൂറയും ശൈത്യയും പിന്നെ നമ്മുടെ അനുമോളും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദില അനുമോളോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ പഴയതുപോലല്ല, ഇപ്പം നിനക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, എന്താടി, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആദില പറഞ്ഞു, കള്ളം പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പഴയ അനു അല്ല, ഇപ്പോൾ കുറച്ച് ആക്റ്റീവായി, പഴയ കരച്ചിലൊന്നുമില്ല എന്ന് നമ്മുടെ ആദില അനുമോളോട് പറഞ്ഞു. അനുമോൾ പറഞ്ഞു, എടി അത് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ ഇപ്പം പുതിയ കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡ് വന്നേ പിന്നെ ഈ ഗ്യാങ് ഒന്നും എന്നെ അങ്ങനെ ബുള്ളിങ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നെ അങ്ങനെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ആക്റ്റീവായി, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് നമ്മുടെ അനുമോൾ ആതിരോട് പറഞ്ഞു. അതൊന്നുമല്ല, നീ കുറച്ച് വേർഡായ പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ വൈൽഡ് കാർഡ് വന്ന 5 പേരായിട്ട് നീ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവരോട് കൂടെ മാത്രം ഇടുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തെന്ന് നമ്മുടെ ആദില അനുമോളോട് പറഞ്ഞു. നീ കള്ളം പറയുന്നത്, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഇല്ലടി സത്യമായിട്ടും. പിന്നെ അവരൊക്കെ പ്രവീണാണേലും എനിക്കറിയാവുന്ന ആളാണ്, പിന്നെ നമ്മുടെ ജിഷിനാണേലും എനിക്കറിയാവുന്നതാണ്, പിന്നെ ലക്ഷ്മി എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയിലുള്ളതാണ്. അപ്പോൾ അതിനോട് അങ്ങനെയാണ് വേണ്ടത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു ഡ്രാമയോ അല്ലെങ്കിൽ ഞാൻ മാറിയതായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ നമ്മുടെ അനുമോൾ ആതിരയോട് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നീ അത് പറഞ്ഞെങ്കിൽ പറ, ഡ്രാമയൊന്നും കളിക്കേണ്ട, ഡ്രാമ കളിച്ച് ഞാനിപ്പോൾ കഴിക്കുന്ന ചോറ് നിൻ്റെ മുഖത്ത് ഞാൻ എറിയും എന്നൊക്കെ പറയുന്നുണ്ട്. കാപ്പി തരാം.